നിസ്കാരം ഒരു പഠനം. അവതരണം സി മുഹമ്മദ് ഫൈസി. സംവിധാനം പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് സാഹിബ്. നിർമ്മാണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ പ്രവർത്തനം. ഇന്ന് 7 ഭാഷയിൽ പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് ഇറക്കുകയും ആധുനിക സംവിധാനത്തോടെ സൗകര്യങ്ങളോടെ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സിലബസ് ക്രമീകരിക്കുകയും ചെയ്തതിന്റെ പേരിൽ കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തും ഇന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപദ്ധതി നടപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അറിവ് സമ്പാദിക്കുന്നതിന് പ്രാക്ടിക്കലായി പഠനം നൽകുന്നത് കൂടുതൽ നന്നായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞത് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്നാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് കൈഫ കാന വുളു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളു എങ്ങനെയായിരുന്നു എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ഫദഅ ബിമാഇൻ ഫതവല്ലഅ, വെള്ളം കൊണ്ടുവരാൻ പറയുകയും വെള്ളം കൊണ്ടുവന്ന് ഒളു എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ശേഷം അവിടുന്ന് പറഞ്ഞു, ഹാകദാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത്. ആകയാൽ നിസ്കാരവും വുളുവും മറ്റ് കർമ്മങ്ങളുമെല്ലാം ഗ്രന്ഥം വായിച്ച് പഠിക്കുന്നതിന് പുറമെ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുന്നതും പരിചയപ്പെടുത്തുന്നതും കൂടുതൽ ഉപകാരപ്രദവും സൗകര്യപ്രദവുമാണ് എന്ന് ഈ തെളിവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തദടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിലെ ചെറിയ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഒരു CD ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ CD വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുകയും വിദ്യാർത്ഥികൾക്ക് പുറമെ മുഴുവൻ ജനങ്ങൾക്കും പഠിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ആദ്യമായി ഇറക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഷഹാദത്ത് കലിമക്ക് ശേഷം അതിപ്രധാനവും ദിനം പ്രതി 5 പ്രാവശ്യം നിർവഹിക്കപ്പെടുന്നതുമായ നിസ്കാരത്തെ സംബന്ധിച്ച CD-യാണ്. ഇതിൽ നിസ്കാരത്തിന്റെ രൂപവും ചുരുങ്ങിയ നിലയിൽ ജനങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞു,
ജുഅലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാത്ത്, എന്റെ കണ്ണ് കുളിർമയാകുന്നത്, എനിക്ക് ഏറ്റവും അധികം ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകുന്നത് നിസ്കരിക്കുമ്പോഴാണ്. കാരണം സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അഭിമുഖ സംഭാഷണം നടത്തുകയും അല്ലാഹുവിന്റെ മുമ്പിൽ സർവസ്വവും അർപ്പിച്ചുകൊണ്ട് വിനയത്തോടെ ഹിദായത്ത് നിലനിർത്തി തരുന്നതിനു വേണ്ടി ചോദിക്കുകയും ചെയ്യുന്ന അതിപ്രധാനമായ അമലാണ് നിസ്കാരം. ആ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുകയും നിയമങ്ങളും ചിട്ടകളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി വിദ്യാഭ്യാസ ബോർഡ് ഇറക്കുന്ന ഈ കാഴ്ച എല്ലാവരും മനസ്സിലാക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു ഇത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വബറകാതുഹു. بسم الله الرحمن الرحيم. أقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഓ മനുഷ്യ, 5 സമയങ്ങളിൽ നീ നിസ്കാരം അനുഷ്ഠിക്കുക. നിശ്ചയം നീ ചെയ്യുന്ന നന്മകൾ തിന്മകളെ മാച്ചു കളയുന്നതാണ്. അള്ളാഹുവിന്റെ ഒരടിമ അള്ളാഹുവിനോട് പാലിക്കേണ്ട മര്യാദകളിൽ, അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള കർമ്മമാണ് നിസ്കാരം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. ആർത്തവമുള്ളപ്പോൾ സ്ത്രീകൾ നിസ്കരിക്കൽ പാടുള്ളതല്ല. പിന്നീട് അത് ഖളാ വീട്ടേണ്ടതും ഇല്ല. പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമില്ല. ഭ്രാന്തന്മാർക്ക് നിസ്കാരം നിർബന്ധമില്ല. പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികൾക്ക് 7 വയസ്സ് പ്രായമെത്തിയാൽ നിസ്കാരം പരിശീലിപ്പിക്കണം. 10 വയസ്സായിട്ട് ആ പരിശീലന മേഖലയിൽ കുട്ടി കടന്നു വരുന്നില്ല എങ്കിൽ ശാസിക്കണം. പരിക്കേൽക്കാത്ത രൂപത്തിൽ തല്ലണം. ചെറിയ പ്രായത്തിൽ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് അത് ജീവിതത്തിലെ ഒരു ശീലമായി, ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമൊക്കെ ഒരു പ്രകൃതമാകുന്നത് പോലെ നിസ്കാരവും ഒരു മനുഷ്യന്റെ ശീലമായി, ശൈലിയായി മാറണം. എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രാധാന്യം നിസ്കാരത്തിന് ലഭിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രതിനിധിയായി കടന്നുവന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്യുന്നു, അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദിക്കും, നിങ്ങളിൽ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വീട്ടിന് മുൻഭാഗത്തുള്ള നദിയിൽ കളകളാരവത്തോടെ വെള്ളം ഒഴുകുന്നു. ആ വെള്ളത്തിലിറങ്ങി 5 നേരം അയാൾ കുളിക്കുന്നു. യഗ്തസിലു കുല്ല യൗമിൻ മിൻഹു 5 മറാത്ത്, 5 പ്രാവശ്യം ആ നദിയിൽ ഇറങ്ങി അയാൾ കുളിക്കുന്നു. ഹൽ യബ്ഖാ മിൻ ദറനി ശൈഉൻ, 5 നേരം കുളിക്കുന്ന ആ മനുഷ്യന്റെ ശരീരത്തിൽ വല്ല മാലിന്യവും ബാക്കി നിൽക്കുമോ? ശിഷ്യന്മാർ മറുപടി നൽകി, അയാളുടെ ശരീരത്തിൽ ഒരു മാലിന്യവും അവശേഷിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറഞ്ഞു, ഫദാലിക മസലു സ്വലവാത്തിൽ ഹംസ്, ഇതാണ് 5 നിസ്കാരങ്ങളുടെ ഉദാഹരണം. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യന്റെ
ശരീരത്തിൽ, അവന്റെ ഹൃദയത്തിൽ, അവന്റെ ജീവിതത്തിൽ കറ ബാക്കി വരികയില്ല. പാപമുക്തമായ ജീവിതം നയിക്കാൻ അയാൾക്ക് കഴിയും. യംഹുല്ലാഹു തആല ബിഹിന്ന അൽ ഖതായ. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഈ ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഈ 5 നിസ്കാരം ഒരാൾ നിർവഹിക്കേണ്ട രൂപത്തിൽ നിർവഹിച്ചാൽ എല്ലാ പാപങ്ങളെയും അള്ളാഹു മാറ്റിക്കളയുന്നതാണ്. സഹോദരന്മാരെ, നിസ്കാരം അത് മറ്റാർക്കോ വേണ്ടി നിർവഹിക്കാതെ നമ്മുടെ വിജയത്തിന് വേണ്ടി